Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? So in today's class, we will discuss about lens. Before the class, let us say the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, children. So let us start today's class. Lens. Before, we had studied about mirrors. Mirrors are reflecting surfaces, right? ഒരു ലൈറ്റ് പാസ് ചെയ്താൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മിററിൻ്റെ ജോലി റിഫ്ലക്റ്റ് ചെയ്യലാണ്. ലെൻസോ, ലെൻസ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പേഴ്സൽ ഓഫ് ലൈറ്റ് സംഭവിക്കുന്നത്. അതായത് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാതെ റിഫ്രാക്റ്റ് ചെയ്ത് പോകലാണ് ലെൻസിൽ കൂടെ. സപ്പോസ് യു ആർ ക്യാരിങ് എ ബുക്ക് and a water droplet is falling on that book. You see that through the water droplet, you see the letters are bigger in size, right? ഒരു എ, നോർമൽ എ ഇങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ടെങ്കിൽ ആ എ ഇങ്ങനെ കാണിക്കും, അല്ലേ? വൈ? ബിക്കോസ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ് above the letter will act as a transparent medium and a lens. ലെൻസ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതിനൊരു ബിഗ്ഗറായിട്ട് കാണിക്കാൻ അതിനെ സഹായിക്കും. അപ്പം ലെൻസ് എന്ന് പറയുന്നതിന് മെയിൻലി നമ്മൾ 2 ഡിവിഷൻസ് ഉണ്ട്. ലെൻസ് ആർ ഓഫ് 2 ടൈപ്സ്. കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. We had learnt about mirrors, convex mirror and concave mirrors, and we have drawn the ray diagrams. Similarly, in this chapter, we will draw the ray diagrams for convex lens and concave lens. Okay. Firstly, how to draw a convex lens? How does it show? Convex lens ennu parnal, when we draw 2 circles crossing each other, അപ്പം intersection point we get a part called this part of intersection is in the shape of convex lens. When the 2 circles or spheres are intersecting like this as shown in the figure, the intersection point will show how a convex lens is. മനസ്സിലായോ? അപ്പം കോൺവെക്സ് ലെൻസിൻ്റെ top and bottom are narrow. The middle part is wider. In the convex lens, the middle part is wider and the top and bottom are narrower. Then how to draw a concave lens? Concave lens is drawn by drawing 2 spheres apart from each other, and there is a point in the middle where this is shown. It is wider at top and bottom and narrower at the center. The lens, concave lens, is wider at the top and bottom and narrower at the center. But in convex lens, it is wider at the middle part. മനസ്സിലായോ? അപ്പം ഈ കോൺവെക്സ് ലെൻസ് ആയാലും concave lens ആയാലും how it refracts, what are the points when we draw the ray diagrams, അത് നമ്മൾ പഠിക്കണം. അപ്പോൾ firstly, these mirrors or these lenses are part of sphere. മിററിനെ പോലെ തന്നെ സ്ഫിയറിൻ്റെ പാർട്ടാണ് ഈ ലെൻസുകളും. പക്ഷേ
രണ്ട് സ്ഫിയർ കൂടി ചേർന്നാണ് ലെൻസ് ഉണ്ടാവുന്നത്. മിററിന് നമ്മൾ ഒറ്റ സ്ഫിയർ എടുത്താൽ മതിയാകും അല്ലേ. ഇപ്പോൾ കോൺവെക്സ് ലെൻസിന് രണ്ട് സ്ഫിയർ യോജിപ്പിച്ച് അതിന് നടുക്ക് ഭാഗം എടുക്കണം അല്ലേ. ഈ രണ്ട് സ്ഫിയറിനും ഒരു സെൻറ്റർ കാണല്ലേ. ബോത്ത് ദ സ്ഫിയേഴ്സ് വിൽ ഹാവ് എ സെൻറ്റർ. യെസ്, ഇറ്റ് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ സർക്കിളിൻ്റെ സ്ഫിയറിൻ്റെ സെൻറ്ററും ഈ സ്ഫിയറിൻ്റെ സെൻറ്ററും ഉണ്ട്. അപ്പം നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പം സെൻറ്റർ ഓഫ് കർവേച്ചർ വിൽ ബി ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ. ഓക്കെ, നമുക്കത് എഴുതാം. Center of curvature. A lens has two spherical surfaces. A lens has two spherical surfaces as a part of lens. Center of curvature is the center of the imaginary spheres. Center of curvature is the center of the imaginary spheres. ഇത് തന്നെയാണ് നമ്മൾ മിററിലും പഠിച്ചത്. സെൻറ്റർ ഓഫ് കർവേച്ചർ ആ സ്ഫിയറിൻ്റെ സെൻറ്റർ ആയിരിക്കും. ഇവിടെ രണ്ട് സ്ഫിയർ ഉണ്ട്, അതുകൊണ്ട് ദർ വിൽ ബി ടു സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ്. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ നമുക്ക് സി എന്ന് ഡിനോട്ട് ചെയ്യാം, 2F എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് രീതിയിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പോളുമായിട്ടുള്ള നമ്മളുടെ ഒപ്റ്റിക് സെൻറ്ററുമായിട്ടുള്ള നമ്മളുടെ ഡിസ്റ്റൻസിനാണല്ലോ ഫോക്കൽ ലെങ്ത്, അതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ ലെങ്ത്. ഫോക്കസിൻ്റെ ഡബിൾ ആയിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചർ. അതുകൊണ്ട് നമുക്ക് 2F എന്ന് വിളിക്കാം, സി എന്ന് വിളിക്കാം. അത് റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ സെൻറ്റർ ഓഫ് കർവേച്ചർ കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിക് സെൻറ്റർ പി. ഒപ്റ്റിക് സെൻറ്റർ പി. ഇറ്റ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ലെൻസ്. Midpoint of lens. It is denoted as P. Optic center എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻ്റ് ഓഫ് ലെൻസ് ആണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് പി. അപ്പോൾ നമ്മൾ പിയും സിയും നമ്മൾ വരയ്ക്കാൻ പഠിച്ചു. ഇനി നമ്മൾക്ക് പ്രിൻസിപ്പൽ ആക്സിസ് എന്താണെന്ന് പഠിക്കണം. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കത്തില്ലേ മിററിലൊക്കെ. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിലല്ലേ മിറർ വരയ്ക്കുന്നത്. അതേപോലെ പ്രിൻസിപ്പൽ ആക്സിസ് ഒരു ഇമാജിനറി ലൈനാണ് which passes through the optical center joining the two curvatures. ഈ പോയിൻ്റ് സിയും പോയിൻ്റ് പിയും ഉണ്ടല്ലോ, അതിന് രണ്ടിനെയും ജോയിൻ ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് ഒരു ഇമാജിനറി ലൈൻ. We are drawing a lens. It has a point P. Here there is a C. Here also there is a C. Alle? The line, imaginary line joining the pole and the center of curvature will be called as principal axis. ഇനി പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്? ഇപ്പോൾ ഫോക്കസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. ഫോക്കസ് എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് പറയണമെങ്കിൽ. സോ ഇൻ ദാറ്റ് എക്സ്പെരിമെൻറ്റ് യു ഹാവ് ടു ടേക്ക് എ ബോർഡ്. ഒരു ബോക്സ് പോലെ ഒരു ബോർഡ് എടുക്കുക. പ്ലേസ് എ തെർമോകോൾ സ്റ്റാൻഡ് ആൻഡ് പ്ലേസ് എ ലെൻസ് അബവ് ഇറ്റ്. ദി അപ്പർ പാർട്ട് ഓഫ് ദ ബോക്സ് ഈസ് കവേർഡ് വിത്ത് എ ഗ്ലാസ് ഷീറ്റ്. അപ്പോൾ നമ്മളൊരു ബോക്സ് എടുത്തു, അതിൻ്റെ നടുക്കൊരു തെർമോകോൾ സ്റ്റാൻഡ് വെച്ചു, അതിൻ്റെ മുകളിലൊരു ലെൻസ് വെച്ചു, അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് ഷീറ്റ് വെച്ചു. ഈ ലോവർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിക്ചർ 5.18 കാണുന്നത് പോലെ ഒരു ബോക്സ് വരയ്ക്കണം. ഒരു ബോക്സിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു കോമ്പ് വെക്കണം. സോ ദാറ്റ് ലൈറ്റ് ക്യാൻ പാസ് ത്രൂ ദാറ്റ് കോമ്പ് ഇൻ ടു ദ ബോക്സ്. അപ്പോൾ നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ആ കോമ്പിൽ കൂടെ പാസ് ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്മോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരി കത്തിക്കത്തില്ലേ, അങ്ങനെ ഒരു ഇൻസെൻസ് സ്റ്റിക്ക് നമ്മൾ കത്തിച്ച് വെക്കണം. അപ്പോൾ സോ ദാറ്റ് ലൈറ്റ് വ്യൂ ചെയ്യാൻ പറ്റും നല്ലതുപോലെ. ആ സ്മോക്കിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് നല്ലപോലെ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പം ഇൻ ദാറ്റ് പിക്ചർ യു ക്യാൻ സീ വി ആർ പ്ലേസിങ് എ കോംബ് ഇൻ ദാറ്റ് ഹോൾ
and we are passing light through that hole by using a torch. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ദ ഗ്ലാസ് ഷീറ്റ് നമ്മൾ നോക്കണം. ഒരു ഗ്ലാസ് ഷീറ്റ് മേളിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ആ മേളിൽ കൂടെ ഗ്ലാസ് ഷീറ്റിൻ്റെ മേളിൽ കൂടെ നമ്മൾ പാത്ത് ഓഫ് ലൈറ്റ് നോക്കണം. അപ്പം പൊസിഷൻ ഓഫ് ദ ലെൻസ് മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു പോയിൻ്റ് കിട്ടും. ലൈറ്റ് എല്ലാം കൺവെർജ് ചെയ്യുന്നൊരു പോയിൻ്റ് കിട്ടും. എല്ലാ ലൈറ്റും പാസ് ചെയ്യുന്ന ലൈറ്റ് കൺവേർജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? ആ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ആ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസ് ആണ് വെക്കുന്നതെങ്കിൽ ദ ലൈറ്റ് കൺവേർജസ് ടു എ പോയിന്റ്. നമ്മൾ ആ കൺവേർജിങ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ കോൺവെക്സ് ലെൻസ് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്പെരിമെൻറ്റിൽ വെക്കണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പം എല്ലാ ലൈറ്റ് റേസും വിൽ കൺവേർജ് ടു എ പോയിന്റ്. കൺവേർജ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരും. ഹോൾ ലൈറ്റ് റേസ് വിൽ കൺവേർജ് ടു എ സിംഗിൾ പോയിന്റ് വിച്ച് ഈസ് കോൾഡ് ആസ് ഐഡൻറ്റിഫൈഡ് ആസ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദാറ്റ് ലെൻസ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ. ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലോട്ട് വരുന്ന ലൈറ്റ് റേസ് ഉണ്ടല്ലോ, അതിനെ ഇൻസിഡൻറ്റ് റേസ് എന്നാണ് വിളിക്കുന്നത്. ഇൻസിഡൻറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജസ് ടു എ പോയിൻ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് നമ്മൾ വരച്ചു. ഈ പ്രിൻസിപ്പൽ ഫോക്കസ് ഇവിടെ മാത്രമല്ല, ഇവിടെയും വന്നൂടെ? പാരലൽ റേസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങോട്ട് കൺവേർജ് ചെയ്യും അല്ലേ? ഇങ്ങോട്ട് കൺവേർജ് ചെയ്യും. അപ്പം ഇവിടെയും ഒരു ഫോക്കസ് കിട്ടി, ഇവിടെയും ഒരു ഫോക്കസ് കിട്ടി. സോ there are focuses on either side of the lens. Two principal focus അല്ലെങ്കിൽ foci എന്ന് പറയാം. foci plural form. Two principal focuses ഉണ്ട് ഒരു ലെൻസിന്. പക്ഷെ ഒരു മിററിന് ഒന്നേ ഉള്ളൂ. മിററിന് നമ്മൾ ഒന്നേ പറയൂ, ഒരു റിഫ്ലക്റ്റിംഗ് സർഫസും ഒരു നോൺ റിഫ്ലക്റ്റിംഗ് സർഫസുമാണ്. പക്ഷെ അതുപോലെയല്ല ലെൻസ് ഹാസ് ടു സെൻറ്റർ ഓഫ് കർവേച്ചർ, ടു പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി കോൺകേവ് ലെൻസ് പറയുകയാണെങ്കിൽ, കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ റേ ഡയഗ്രാംസ് ഉള്ളതൊക്കെ നമ്മുടെ കോൺവെക്സ് ലെൻസിലാണ്. അപ്പോൾ കൺവേർജിങ് ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കൺവേർജിങ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ഇനി കോൺകേവ് പറയുമ്പോൾ, കോൺകേവ് വരയ്ക്കുമ്പോൾ റൈറ്റ് ഡൗൺ കോൺകേവ് ലെൻസ് ആണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കണ്ടേ? ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് പ്രിൻസിപ്പൽ ഫോക്കസ് വരയ്ക്കണം എങ്കിൽ അതിന് സെൻറ്റർ ഓഫ് കർവേച്ചർ വേണം, പോള് വേണം. ഇനി ലൈറ്റ് റേസ് പാരലലി പാസ് ചെയ്ത് റിഫ്രാക്റ്റ് ചെയ്യുമ്പം അവേ ഫ്രം ദ നോർമൽ ആണ് പോകുന്നത്. ഓക്കെ, കേവ് ലെൻസിൽ അവേ ഫ്രം ദ നോർമൽ ആണ് പോകുന്നത്. അത് റിഫ്രാക്റ്റ് ചെയ്ത് ദൂരോട്ടാണ് പോകുന്നത്. ഗ്ലാസ്സിൽ നിന്നിങ്ങനെ പോകുമ്പോഴേ അവേ ഫ്രം ദ നോർമൽ ആണ് അത് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ലെൻസിൽ. സോ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഇമേജ് ഫോം ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. ബിക്കോസ് ദ റേസ് ആർ ഡൈവേർജിങ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇമേജ് വേണമല്ലോ, ഒരു പോയിന്റ് വേണമല്ലോ. അതിനെന്ത് ചെയ്യും? വി എക്സ്റ്റെൻഡ് ദ ലൈൻസ് ബാക്ക്വേർഡ്സ്. അപ്പോൾ വെൻ വി എക്സ്റ്റെൻഡ് ദ ലൈൻ ബാക്ക്വേർഡ്സ്, ഡൈവേർജിങ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ദാറ്റ് പോയിന്റ് വിൽ ബി ദ ഫോക്കസ്. വെൻ വി എക്സ്റ്റെൻഡ് ദ ഡൈവേർജിങ് ലൈൻസ് വി ഗെറ്റ് ദ ഫോക്കസ്. മനസ്സിലായോ? വെൻ വി എക്സ്റ്റെൻഡ് the diverging lines in the concave lens we get the focus. അപ്പം ഇവിടെ കിട്ടുന്ന ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ? തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്ക് കോൺവെക്സ് മിററും കോൺകേവ് മിറർ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു
വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അപ്പിയർ ടു മീറ്റ് ആണ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് അപ്പിയേഴ്സ് ടു മീറ്റ്, ഇറ്റ് ഡസ് നോട്ട് മീറ്റ് ആക്ച്വലി, ഇറ്റ് അപ്പിയേഴ്സ് ടു മീറ്റ് ഓർ ദ ഇമേജ് ഇസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡോട്ടഡ് ലൈൻസ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഇമേജസ് ഒക്കെ വെർച്വൽ ഇമേജസ് ആയിരിക്കും. ദാറ്റ് വെർച്വൽ ഇമേജ് വോണ്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ. ഒരു സ്ക്രീൻ വെച്ചാൽ വെർച്വൽ ഇമേജസ് കാണാൻ പറ്റില്ല. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെർച്വൽ ഇമേജ് ആൻഡ് റിയൽ ഇമേജ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വെർച്വൽ ഇമേജസ് ആർ നോട്ട് ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ, റിയൽ ഇമേജസ് ആർ ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. ഓൾസോ വെർച്വൽ ഇമേജസ് ആർ യൂഷ്വലി ഇറക്റ്റ്. റിയൽ ഇമേജസ് നമ്മൾ വെക്സ് മിറർ, കോൺകേവ് മിററും കോൺവെക്സ് മിററും പഠിച്ചില്ലേ? കോൺകേവ് മിററിലല്ലേ കൂടുതൽ റേ ഡയഗ്രാംസ് പഠിച്ചത്. കോൺകേവ് മിററിൽ റിയൽ വരുന്ന എല്ലാം ഇൻവേർട്ടഡ് ഇമേജസ് ആയിരിക്കും, മനസ്സിലായില്ലേ? വെർച്വൽ ഇമേജസ് ഒക്കെ എറക്റ്റും ആയിരിക്കും. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ റിയൽ ഇമേജസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. നമ്മളൊരു സ്ക്രീൻ വെച്ചാൽ അവിടെ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമ്മൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പക്ഷേ വെർച്വൽ ഇമേജിൽ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. നമ്മുടെ പ്ലെയിൻ മിറർ ഉണ്ടല്ലോ, പ്ലെയിൻ മിററിൽ വെർച്വൽ ഇമേജസ് ആണ്. പ്ലെയിൻ മിററിൽ നമ്മളൊരു സ്ക്രീൻ വെച്ച് നോക്കിക്കേ, നമ്മുടെ പിക്ചർ സ്ക്രീനിൽ കാണുമോ? ഇല്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് വെർച്വൽ ഇമേജ് ഇസ് ഫോംഡ് ഇൻ ദ പ്ലെയിൻ മിറർ. പക്ഷേ ഇപ്പോൾ ഇതൊരു വെർച്വൽ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്, ബിക്കോസ് ലൈൻസ് ആർ അപ്പിയറിങ് ടു മീറ്റ്. അപ്പോൾ കോൺകേവ് ലെൻസിൽ ഡൈവേർജിങ് ലെൻസ് ആണ്. പോയിന്റ് ഇതാണ്, ഡൈവേർജിങ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ് കേട്ടോ. കോൺകേവ് ലെൻസ് ആർ ഡൈവേർജിങ് ലെൻസ്. ഓക്കെ. അപ്പോൾ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഡൈവേർജ് ഫ്രം വൺ അനദർ ആഫ്റ്റർ റിഫ്രാക്ഷൻ. These rays appear to originate from a point on the same side. These rays appear to originate from a point on the same side. The point is called principal focus of the concave lens. ഇപ്പോൾ വെർച്വൽ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വെർച്വലിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൊഡ്യൂസ് റിയൽ കൺവേർജൻസ് ഓഫ് ലൈറ്റ് യൂസിങ് എ കോൺകേവ് ലെൻസ്. Therefore, principal focus of a concave lens is virtual. നമുക്ക് റിയൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? ഇൻ്റർസെക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അതിനെ വെർച്വലാക്കി മാറ്റി. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമല്ലോ അല്ലേ? ഇനി ഫോക്കൽ ലെങ്ത്തും കൂടെ പറഞ്ഞാൽ മതി. ഫോക്കൽ ലെങ്ത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് എക്സ്പെരിമെൻ്റ് നടത്തുന്നുണ്ട്. ഫോക്കസിൽ നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചാൽ ഫോക്കസിലല്ലേ എല്ലാ റേസും വന്ന് തട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യത്തില്ലേ? കോൺവെക്സ് ലെൻസിൽ റിയൽ ഇമേജ് അല്ലേ, അപ്പോൾ നമുക്കതൊരു സ്ക്രീനിൽ കിട്ടത്തില്ലേ? അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താൽ മതിയാവും ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ. സോ എ കാൻഡിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് ആൻഡ് എ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് ബിഹൈൻഡ് ദ മിറർ. behind the lens നമ്മളൊരു സ്ക്രീൻ വെച്ചു. in front of the lens there is an object. when light rays passes from the object to the lens it gets refracted അല്ലേ? after a point there will be one point of convergence which is called focus. ആ ഫോക്കസിൽ when we place the screen, what will happen? when we place the screen on the focus there will be a image formed inside the screen. അപ്പോൾ ഫോക്കൽ ലെങ്ത് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വി അഡ്ജസ്റ്റ് ദ സ്ക്രീൻ സച്ച് ദാറ്റ് വി ഗെറ്റ് എ ക്ലിയർ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. ദിസ് ഗീവ്സ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ്. അത് നമ്മളുടെ പിക്ചറിൽ നല്ലപോലെ കാണാൻ പറ്റും. ക്യാൻഡിൽ വെച്ചു, ലെൻസ് വെച്ചു, സ്ക്രീൻ വെച്ചു. ഓക്കെ. എന്നിട്ട് ലൈറ്റ് പാസ് ചെയ്യുമ്പം ഒബ്വിയസ്ലി സ്ക്രീനിൽ ഇമേജ് കാണാൻ പറ്റും. പക്ഷേ റിയൽ ഇൻവേർട്ടഡ് ഇമേജസ് ആണ് കാണുന്നത്. ആ പിക്ചറിൽ കാണാൻ പറ്റും ആ ബേണിംഗ് ക്യാൻഡിലിനെ തിരിച്ചാണ് കാണുന്നത്. ഓക്കെ. റിയൽ ഇമേജസ് ആർ യൂഷ്വലി ഓൾവേസ് ഇൻവേർട്ടഡ് ഇമേജസ്. ഇനി നമുക്ക് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റും പൊസിഷൻ ഓഫ് ദ ഇമേജും ഒക്കെ വെച്ചിട്ടൊരു ഡയഗ്രാം തന്നിട്ടില്ലേ, ഒരു ടേബിൾ തന്നിട്ടില്ലേ? നമുക്കത് ഫില്ല് ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ ഉപയോഗിക്കാം. അപ്പം മിററിൽ പഠിച്ചതുപോലെ തന്നെ ഇത് ഫില്ല് ചെയ്യാനൊരു ട്രിക്കുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. So I am bidding goodbye. Assalamu alaikum wa rahmatullahi wa barakatuh.